ഹലോ കൂട്ടുകാരെ. അപ്പോൾ എനിക്ക് ഓഫാണ്. ഡ്യൂട്ടി ഒന്നുമില്ല, നൈറ്റ് കഴിഞ്ഞിട്ട് ഓഫാണ്. കഴിഞ്ഞിട്ടില്ല, അടുത്ത വീക്ക് നൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഫോൺ കുത്തി കിടന്നു. ഇപ്പോൾ എനിക്ക് രാത്രി ഏകദേശം 9 മണിയായി. എനിക്ക് വിശക്കുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു ചട്ടിച്ചോറ് ഞാൻ കൊതി. ഇനി ഈ സമയത്ത് ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത് വന്ന് അന്നേരത്തിൻ്റെ വിശപ്പും പോകും, അത് കഴിക്കാനുള്ള ഇൻട്രസ്റ്റും പോകും. എന്നാൽ നമുക്ക് ചട്ടിച്ചോറ് തന്നെ ഉണ്ടാക്കിയാലോ. അത്യാവശ്യം കയ്യിലുള്ള കറികളൊക്കെ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ട് വരാവേ. ഞാനപ്പോൾ ചട്ടിച്ചോറ് ഉണ്ടാക്കി. എൻ്റെ ചട്ടിച്ചോറും ചട്ടിയും കണ്ടിട്ട് ആരും ഒന്ന് പറയരുത്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഇതാണ് കേസ് എൻ്റെ ചട്ടി. ഇത് നിറയെ കറികളുണ്ട് നോക്ക്. ഇത് പയർ മെഴുക്കുവരട്ടി. ഇത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് സവോള കുറച്ച് മുളക് ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്പി എടുത്താണ്, ഉപ്പിട്ടിട്ട്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടി, തേങ്ങ ചമ്മന്തിപ്പൊടി. പിന്നെ ഇതെന്താ ഇത് പയറും മത്തങ്ങ വെച്ചതാണ്. ഇത് 2 ദിവസം മുന്നേ വെച്ച സാമ്പാറാണ്. അതിന് ഇത്തിരി ഇരുന്ന് ഞാൻ ഒരു ഭംഗിക്ക് സൈഡിൽ വെച്ചതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചട്ടിച്ചോറ് വെജിറ്റേറിയൻ ചട്ടിച്ചോറായിരിക്കുന്നു. അപ്പോൾ ഞാനത് വിചാരിച്ചു, എന്നാൽ ഒരു മുട്ട ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഒരു മുട്ട എടുത്ത് പൊരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ചട്ടിച്ചോറ്. ഇതാണ് എൻ്റെ ചട്ടി. ഇതാണ് എൻ്റെ ചട്ടിച്ചോറ്. അപ്പോൾ എല്ലാം ചട്ടിച്ചോറ് കണ്ടില്ലേ. ഇനി അത് കഴിക്കാൻ പോകണേ. മുട്ട നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നാരങ്ങാച്ചാറ്. അപ്പോൾ ഈ സൈഡിൽ തുടങ്ങി ഞാൻ. ശരി, ഈ സൈഡിൽ ഇപ്പോൾ ഉണ്ടാക്കി കറിയാം മത്തങ്ങ പയർ. അപ്പോൾ നമുക്ക് അവിടെ നല്ല ചൂടാണ്. നമുക്ക് ഇങ്ങനെ തിരിച്ച് വെക്കാം. ഈ മുട്ട നമുക്ക് ഇനി ഇപ്പുറത്തേക്ക് വയ്ക്കാം. കണ്ടോ, നടുക്ക് ഞാൻ ഒരു സ്പേസ് ഫ്രീ ആക്കി. അങ്ങനെയൊക്കെ ഒരു ഇത്തിരി പയർ മെഴുക്കുവരട്ടി, ഇത്തിരി ഉള്ളി, ഇത്തിരി ചമ്മന്തിപ്പൊടി, പയർ മത്തങ്ങ വെച്ചതിൻ്റെ ഒരു ഇത്തിരി, എൻ്റെ സാമ്പാറിൻ്റെ ചാറ് ഇത്തിരി, പിന്നെ നാരങ്ങാച്ചാർ അത് ഇത്തിരിയിട്ട് ഈ ചോറ് ഇങ്ങനെ മിക്സ് ചെയ്ത് അയ്യോ മുട്ട മറന്നു. ഇത്തിരി മുട്ട പൊടിക്ക് എടുക്കട്ടെ. ഞാൻ മുട്ടയ്ക്കുള്ളിലേക്ക് പൊതിഞ്ഞെടുക്കുകയാണ് ചോറ്. എന്നിട്ട് ബേസിക്കലി ഞാൻ ഇത്ര കറി കൂടി ചോറിന് ആണെന്നല്ല, പക്ഷേ ഇന്ന് ഇത്തിരി രാജകീയമായി. യൂഷ്വലി ഇത്തിരി സാമ്പാറും ഒരു ലക്ഷം മീൻ വറുത്തതുണ്ടെങ്കിൽ സ്വർഗ്ഗം. അപ്പോൾ ഞാനിത് കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ. ബൈ ബൈ.